മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയോഗം, ഒരു ഉപമ, ഒരു താരതമ്യം, ഒരു നിർദ്ദേശം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ. മത്തായി 5:13, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. കർത്താവ് പറഞ്ഞ 2 വാക്കുകളും ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന് ഭൂമിയുടെ ഉപ്പ്, 2 ലോകത്തിന്റെ വെളിച്ചം. കർത്താവിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള പദ്ധതി ചെറുതല്ലെന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. നമ്മളെ കർത്താവ് രക്ഷിച്ചത് കേവലം പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രസംഗം കേട്ട് കൂട്ടായ്മ അനുഭവിച്ചു പോകുക എന്നുള്ളതിലൂടെ മാത്രമല്ല. നമ്മളെക്കുറിച്ച് കർത്താവിന് വലിയ പ്ലാനുണ്ട്. കേൾക്കുന്നുണ്ടോ? യേശു കർത്താവ് ആദ്യത്തെ ഉപമ നോക്കിയ ലോകത്തിന്റെ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും. ഒരു ചെറിയ ചിന്ത അവിടുന്ന് ഞാൻ പറഞ്ഞു പോട്ടെ. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ വാക്കിന്റെ ഒരു വിശദീകരണമുണ്ട്. അതിങ്ങനെയാണ്: ഈ പേരിലല്ല പ്രാധാന്യം കിടക്കുന്നത്, അതിൻ്റെ ഗുണത്തിനാണ്. ഉപ്പ് എന്ന വസ്തുവിനെ എടുത്ത് അത് രുചി നഷ്ടപ്പെട്ടാലും പേര് മാറുന്നുണ്ടോ? ഇല്ല. ഉപ്പ് അതിൻ്റെ കാരം നഷ്ടപ്പെട്ടാലും ഉപ്പത്ത് തന്നെയാണ് പേര് കിടക്കുന്നത്. കർത്താവ് ഇവിടെ പഠിപ്പിച്ചത് പേരല്ല പ്രസക്തി, ഗുണമാണ് പ്രസക്തി. ദൈവമക്കൾ എന്ന പേര് വിശേഷണമല്ല, ദൈവമക്കൾ എന്ന പേര് ഉത്തരവാദിത്വമാണ്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. പേരിലല്ല പ്രസക്തി, ഗുണത്തിലാണ് പ്രസക്തി. ദൈവമക്കൾ എന്ന പേര് വിശേഷണമല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തോട് എപ്പോഴും പറഞ്ഞു കൊടുക്കണം. കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഒരു വസ്തുവിൻ്റെ ഗുണത്തേക്കാൾ വലുതല്ല അതിൻ്റെ പേര്. ഒന്നുകൂടെ പറഞ്ഞാൽ, പേരിലല്ല ഗുണത്തിന് പ്രാധാന്യം. ഇനി യേശു കർത്താവ് അതിൽ പറഞ്ഞൊരു മെസ്സേജ് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഗുണം നഷ്ടപ്പെട്ടാൽ കർത്താവ് പറഞ്ഞു സ്ഥാനം നഷ്ടപ്പെടും. കാരമുള്ള ഉപ്പ് രുചിപ്പിക്കുന്നതാ. അത് അടുക്കളയിലും വീട്ടിലും മനുഷ്യന്റെ അധരത്തിലും പ്രയോജനപ്പെടുന്നതാ ഉപ്പേ, ഗുണമുള്ളപ്പോഴേ. പക്ഷേ അത് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താൻ പറ്റും? കർത്താവ് പറഞ്ഞു, ഇനി അതിനെ ഒറ്റ വഴിക്കേ പറ്റുള്ളൂ. അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും അത് പറ്റുകയില്ല. ഗുണം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഇരിക്കേണ്ടിടത്തല്ലിതിരിക്കുന്ന, രുചിപ്പിക്കേണ്ട വായിക്ക് പകരം ചവിട്ടേണ്ട കാലിന്റെ കീഴെ ഇത് വന്നു കിടന്നു. കേൾക്കുന്നുണ്ടോ? നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നം വലുതാ, പ്ലാൻ വലുതാ. ആ പ്ലാനിനൊത്തവണ്ണം ഗുണമില്ലാതെ ജീവിച്ചാൽ കർത്താവ് പറഞ്ഞത് ഇതല്ലേ, മറ്റുള്ളവർ നമ്മളെ കയറി ചവിട്ടേണ്ട സ്ഥിതി വരുമെന്ന്. നമ്മുടെ ക്വാളിറ്റിയുള്ള ജീവിതം കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് ഈ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ, ബഹുസ്വരതയുള്ള സമൂഹത്തിൽ, വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മോട് തന്നെ ചോദിക്കുക. ഈ ജനത്തിന്റെ, റോമിലെ ജനത്തിന്റെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായെന്ന്. കേൾക്കുന്നുണ്ടോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണം: അടച്ചിട്ട മുറികളിലെ ആത്മീകതയല്ലപ്പാ ഞങ്ങൾക്ക് വേണ്ടുന്നത്, തുറന്ന ലോകത്തെ വെളിച്ചങ്ങളാകാൻ ഞങ്ങളെ സഹായിക്കണം. സ്തോത്രം. നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ മിഷൻ യൂണിവേഴ്സലാ. നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്ലാൻ വലുതാ. നമ്മളതിനെ ചെറുതാക്കി കാണരുത്. കർത്താവിന് ഒരു ലിവിങ് മോഡൽ ഈ ഭൂമിയിൽ ഇന്നുണ്ടെങ്കിൽ അത് നിങ്ങളും ഞാനുമാ. സ്നേഹത്തിന്റെ ഒരു മോഡൽ കർത്താവിന് കാണിക്കാനുണ്ടെങ്കിൽ അത് നമ്മളാ. ക്ഷമയുടെ ഒരു മോഡൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് ആഗ്രഹം അത് നമ്മളിലൂടെ കാണിക്കണം എന്നുള്ളതാ. അപ്പൊ കർത്താവിന് ഈ ഭൂമിയിൽ ഒരു മോഡൽ കാണിക്കാനുണ്ടെങ്കിൽ ആ മോഡലാണ് ഞാനും നിങ്ങളും. ഈ മോഡൽ തെറ്റിപ്പോയാൽ കർത്താവ് ആഗ്രഹിക്കുന്ന മെസ്സേജ് ജനത്തിൽ എത്തുകയില്ല. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവർ.
നമ്മൾ വഴക്കുണ്ടാക്കുന്നവരെന്ന് പറയുന്നത് എളുപ്പമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് വഴക്കുണ്ടാക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്, പക്ഷെ സമാധാനം ഉണ്ടാക്കാൻ ആളില്ല. അതിനെനിക്ക് നിങ്ങളെ വേണം. നിർഭാഗ്യവശാൽ നമ്മുടെ നടുവിലുണ്ടാക്കുന്ന വഴക്കും വിഷമമൊക്കെ ഓർക്കുമ്പം കർത്താവിന്റെ നിയോഗത്തിൽ നമ്മൾ ഒത്തിരി അകലെയാണെന്ന ഒരു ചിന്ത നമുക്കുണ്ടാകാതെ പോകരുത്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ, കർത്താവിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നം വലുതാ. ആ സ്വപ്നം സാക്ഷാത്കരിക്കണം. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങേ കാത്തിരിക്കുന്ന ഒരാളും ഞാൻ നിമിത്തം ലജ്ജിച്ചു പോകരുത്. കേൾക്കുന്നോ? അങ്ങയിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ആള് പോലും ഞാൻ നിമിത്തം ഇടറി വീഴാൻ അനുവദിക്കരുത്. എന്റെ തെറ്റായ ജീവിതം കണ്ട് ആരും മടുക്കരുത്. എന്റെ തെറ്റായ സംസാരം കണ്ടുകൊണ്ട് ആരും ക്ഷീണിക്കരുത്. എന്നെ അങ്ങയുടെ ജീവിക്കുന്നൊരു മാതൃകയായി ഈ സമൂഹത്തിൽ നിലനിർത്തണം. വേണ്ടേ? സഹനത്തിന്റെയും ക്ഷമയുടെയും സാഹോദര്യത്തിന്റെയും ദൈവകൃപയുടെ ഒരു മോഡലായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. കേൾക്കുന്നുണ്ടോ? നമുക്ക് എങ്ങനെ ഈ സമൂഹത്തെ ജീവിക്കാൻ കഴിയും? നമ്മളിൽ നിന്ന് സമൂഹത്തിലേക്ക് ചെല്ലേണ്ട സന്ദേശം എന്താ? പ്രാർത്ഥിക്കുന്നവരെന്ന സന്ദേശം കൊള്ളാം, പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന വിഷമതകളും പ്രയാസങ്ങളും സമൂഹത്തെ കാര്യമായി ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു കോൺഗ്രിഗേഷൻ മുഖാന്തരം ഒരാളുടെ ജീവിതം നിമിത്തം വെളിപ്പെടുത്തുന്നത് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുകയാണ് ഓരോ വ്യക്തികളും. അതുണ്ടാവരുത്. ഞാൻ 2-3-4 ആശയങ്ങളെ ഒന്നിച്ച് മനസ്സിലാക്കേണ്ടതിന് മാത്രം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും? ഒന്ന്, ജീവിത രൂപാന്തരത്തിലൂടെ സമൂഹത്തോട് ഇടപെടുക. നമുക്ക് എങ്ങനെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും? ഒന്ന്, നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തോളൂ. ജീവിത രൂപാന്തരത്തിലൂടെ സമൂഹത്തോട് ഇടപെടുക. നമ്മുടെ പുതിയ മനുഷ്യന്റെ പ്രകൃതം ലോകം അറിയണം. പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ, ബുക്ക് ഓഫ് ടൈറ്റസ് ചാപ്റ്റർ 3. ബുക്ക് ഓഫ് ടൈറ്റസ് ചാപ്റ്റർ 3 വേഴ്സ് 2 and 3. ആർക്കെങ്കിലും വായിക്കാം? തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കാമോ? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല പ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും സകല സൽപ്രവർത്തിക്കും, വാക്ക് വിട്ടുപോരുതേ, സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. തീത്തോസോട് പറയുക, സഭയിലുള്ളവരെ പഠിപ്പിച്ചേക്കണം. ഇത് എന്തു പഠിപ്പിക്കണം? നിങ്ങളുടെ ഇടപാടുകൾ നന്നായിരിക്കണം എന്നൊന്ന് പഠിപ്പിക്കണം. അത് മാത്രമല്ല, ആരെ കൊണ്ടും ദൂഷണം പറയാതെയും എന്ന് പറഞ്ഞാൽ വായടക്കാൻ എല്ലാവരോടും പറയണം. നിങ്ങളെക്കുറിച്ച് ദൂഷണം പറയുന്ന കാര്യമല്ല, ആരെ കൊണ്ടും വേണ്ടാത്തതൊന്നും പറയരുതെന്ന് സഭയെ പഠിപ്പിക്കണം. കേൾക്കുന്നുണ്ടോ? നമ്മൾ കേട്ടതെല്ലാം ശരിയാവണം നിർബന്ധമൊന്നുമില്ല. ഒരാളെ കുറിച്ച് ഇഷ്ടമില്ലാത്ത ലോകത്ത് മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കഥകളേ ഉള്ളൂ, പല കഥകളും. ആ കഥകളുടെ നിജാവസ്ഥ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കഥകളുടെ നിർമ്മാണ കമ്പനിയിലെ പലരും പടച്ചുവിടുന്നതിന്റെ പുറകെ പോകരുത്. കേൾക്കുന്നോ? എനിക്ക് എങ്ങനെ സമൂഹത്തിൽ പെരുമാറാൻ കഴിയും? ഒന്ന്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയണം. വേണ്ടേ? മുമ്പോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചോ, പറയാതെയും കലഹിക്കാതെയും, അടി ഉണ്ടാക്കരുതെന്ന്, വഴക്കുണ്ടാക്കരുതെന്ന് കർത്താവിന് നമ്മോട് പറയാനുള്ള മെസ്സേജ് ക്ലിയർ ആണേ, അല്ലേ? വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, കലഹിക്കാതിരിക്കുക. അടുത്തത് കണ്ടോ, ശാന്തരായി. ഓ, ആ വാക്കിന്റെ ഒക്കെ ഡീപ്പ് മീനിങ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അല്ലേ? ഇങ്ങോട്ട് കോപത്തോടെ ഇടപെടുമ്പോഴും അങ്ങോട്ട് ശാന്തതയോടെ പെരുമാറാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ഗുരുവിനെ ഒന്ന് ഒരു നിമിഷം പഠിച്ചേ. എതിർക്കാൻ 100 കാരണം കയ്യിലുണ്ടായിട്ടും എതിർക്കാതെ വായടച്ചു നിന്ന കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 53, രോമം കത്തിക്കുന്ന മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, അല്ലേ? യേശുവിനെ വിസ്തരിക്കാൻ കൊണ്ടുവന്ന കോർട്ടിന്റെ മുമ്പിൽ അവർ ചെയ്തത് മുഴുവൻ യേശുവിന് അറിയാം. ഡിഫെൻഡ് ചെയ്യാനാണെങ്കിൽ യേശുവിന് ഇഷ്ടം പോലെ ആർഗ്യുമെന്റ് ഉണ്ട്.
ആരും അറിയാത്ത രഹസ്യങ്ങൾ വരെ യേശുവിന് അറിയാം, ഇല്ലേ? പീലാത്തോസിന്റെ രഹസ്യം അറിയില്ലേ? പീലാത്തോസ് മറച്ചു വെച്ചത് അറിയില്ലേ? കർത്താവിന് അറിയാത്ത ഒന്നുമില്ല. പക്ഷെ ഒരിക്കൽ പോലും കർത്താവ് ജയിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിച്ചില്ല. അവിടെയെല്ലാം കർത്താവ് ശാന്തമായി നിന്നു. ചിലപ്പോൾ ചില കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാം, ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം. പക്ഷെ അവിടെയെല്ലാം ഓർക്കേണ്ടത് വാക്കുകൊണ്ട് ജയിക്കാനല്ല നാം ശ്രമിക്കേണ്ടത്, സഹനം കൊണ്ട് ജയിക്കാൻ, ശാന്തത കൊണ്ട് ജയിക്കാൻ നമ്മൾ എപ്പോഴും താല്പര്യപ്പെട്ടോണം. വഴക്കുണ്ടാക്കരുത്. അടുത്തത് പറയൂ, ദൂഷണം പറയരുത്, ശാന്തരായിരിക്കണം. അത് മാത്രമല്ല, സകല മനുഷ്യരോടും പൂർണ്ണ സഹിഷ്ണുത കാണിക്കാനും. കേട്ടോ, നമ്മുടെ ടെമ്പറൊക്കെ പോകുന്ന സമയമൊക്കെ കാണുമെന്നേ. പക്ഷേ നമ്മൾ പ്രതിനിധീകരിക്കുന്നത് കൺട്രോൾ പോയ കർത്താവിനെ അല്ല, സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവിനെയാ, നിയന്ത്രിച്ച കർത്താവിനെയാ, സ്നേഹത്തിന്റെ മുമ്പിൽ നിശബ്ദനായ കർത്താവിനെ. കേട്ടോ, കർത്താവിന്റെ മക്കളാ നമ്മൾ. ഇനി കണ്ടോ, നമുക്ക് ഈ സമൂഹത്തോട് എങ്ങനെ പെരുമാറാൻ കഴിയും? ഞാൻ പറഞ്ഞു, ജീവിത രൂപാന്തരത്തോടെ സമൂഹത്തോട് ഇടപെടണം. നമ്മിൽ വന്ന മാറ്റം, നമ്മളിൽ വരുന്ന മാറ്റം, അത് സമൂഹം കാണണം. കേൾക്കുന്നുണ്ടോ? നമ്മൾ ഒച്ച ഉണ്ടാക്കുന്ന ഒച്ച സമൂഹം കേൾക്കാൻ എളുപ്പമാണേ. പാട്ടും പ്രസംഗവും കോലാഹലങ്ങളുമായി സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. പണ്ടത്തെ ആളല്ലെന്ന് നമ്മെ നോക്കി മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് വരണം. പൗലോസ് അവർക്ക് നൽകുമ്പോഴും തീത്തോസിനെ നൽകുന്ന ഈ ഒരു ആജ്ഞയിലും പൗലോസ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചേ. അതിന്റെ 3-ാമത്തെ വാക്യം, മുമ്പേ നാമും ബുദ്ധികെട്ടവരും ബുദ്ധിയില്ലായിരുന്നു. മുമ്പ് നാമും ബുദ്ധിയില്ലാത്തവരായിരുന്നു, ബോധ്യങ്ങളില്ലാത്തവരായിരുന്നു. ആ വാക്യം വായിച്ചിട്ടോട്ട് ഞാൻ വിശദീകരിക്കാം. വായിച്ചോളൂ. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നു. അതിന്റെ അർത്ഥം ഇപ്പൊ ഇങ്ങനെ ആകരുതെന്ന്. കേൾക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ആകരുത്. നാം ദൈവത്തിന്റെ മക്കളാ. ആ ഡിവൈൻ ക്വാളിറ്റി, ദൈവികമായ സ്വഭാവം, ദൈവികമായ സ്നേഹം, ദൈവികമായ പ്രകൃതം നമ്മിലേക്ക് വരണമെന്ന കർത്താവിന്റെ ആഗ്രഹം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്തു മാറ്റം നമ്മിലുണ്ടായി? നമ്മുടെ കോപത്തെയും നമ്മുടെ ക്രോധത്തെയും എവിടെയെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്ന ക്രിറ്റിസിസത്തിന്റെ മൈൻഡ് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? പണ്ടത്തെ ആളല്ല നാം എന്ന് സമൂഹത്തോടെ നമ്മുടെ ജീവിതം കൊണ്ട് പറയണം. എൻ്റെ വാക്കിൽ ഇങ്ങനെ പറയുന്നു, നമുക്ക് കിട്ടിയ രൂപാന്തരത്തിലൂടെ, നമുക്ക് വന്ന രൂപാന്തരത്തിലൂടെ സമൂഹത്തോടെ ഇടപെടാൻ നമുക്ക് പറ്റണമെന്നേ. ഇത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ. ഒരു പുതിയ ബന്ധം, ഒരു പുതിയ ലോകം, ഒരു പുതിയ കാഴ്ചപ്പാട്. അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുമ്പം പലപ്പോഴും നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്. പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാണെന്നല്ല. നാം പണ്ടത്തെ ആൾക്കാരല്ല കർത്താവിലേക്ക് വന്നവർ. ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പണ്ടത്തെ പ്രകൃതത്തിൽ തുടരാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചത് ഒരു പുതിയ സ്വഭാവത്തിന്റെ ഉടമയായി മാറാൻ വേണ്ടിയാ. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ലോകത്തിലെ കാഴ്ചകൾ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ കാണാതെ പോയാൽ എത്തേണ്ടടുത്ത് നമ്മൾ എത്തില്ല. ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറയട്ടെ, സ്വയം കാണാത്ത ഒരുവനും നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മെ ഒന്ന് അളക്കണം. ഞാൻ എൻ്റെ ചർച്ചയിൽ പറയുമായിരുന്നു, ഈ കണ്ണാടി എന്നതിന് മലയാളത്തിൽ 2 വാക്കുണ്ട്. ഒന്നാമത്തെ വാക്ക് ഈ കണ്ണാടിക്ക, അല്ലേ? നമ്മൾ കാഴ്ചകൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി. ഈ കണ്ണാടി അല്ല വേദപുസ്തകം നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ഉപയോഗിക്കാൻ പറ്റുന്ന മിററാ കേട്ടോ, മിറർ. ആ മിററിന്റെ മുമ്പിൽ വരുമ്പോഴേ നമുക്ക് നമ്മളെ കാണാൻ പറ്റുള്ളൂ. ഈ കണ്ണാടി കൊണ്ട് എനിക്ക് നിങ്ങളെ കാണാം, വ്യക്തത വരുത്താം. പക്ഷേ ഇതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റൂ, എന്നെ കാണാൻ പറ്റില്ല. എന്നെ കാണണമെങ്കിൽ വചനമെന്ന കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ എപ്പോഴും നിൽക്കണം. സഹോദരങ്ങളെ, അവനവന്റെ വലിപ്പത്തിനും അവനവന്റെ ഇഷ്ടത്തിനും ചെത്തി ഉണ്ടാക്കിയ കുറെ കോലുകൾ മനുഷ്യന്റെ കയ്യിലുണ്ട്, മെഷർമെന്റ് റോഡ്സ്. ആ മെഷർമെന്റ് റോഡ്സ് കൊണ്ട് പലരെയും അളന്നിട്ട് പറയുക, ഞാൻ കുഴപ്പമില്ലാത്ത ആളാ,
നമുക്ക് ആ നമ്മൾ ഉണ്ടാക്കിയ മെഷർമെന്റിനെ ഒന്ന് മാറ്റണം. എന്നിട്ട് ഇങ്ങനെ പറയണം, കർത്താവേ, അങ്ങയുടെ അളവുകൾ കൊണ്ട് അളക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് എന്നെ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഒന്ന് മാറ്റണം. വേണ്ടേ? കാരണം ഈ റോമാ സഭയിൽ നിന്ന് മുഴങ്ങിച്ചെന്നത്, റോമാ സഭയിൽ നിന്ന് അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ സാക്ഷ്യം എല്ലാ ലോകത്തും ചെന്നു. നിശബ്ദമായി നമ്മെ വീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ പേറുന്ന നാമനിമിത്തം, നമ്മൾ ചുമക്കുന്ന നാമനിമിത്തം സൂക്ഷ്മതയോടെ നമ്മെ നിരീക്ഷിക്കുന്ന ഒട്ടനവധി പേരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കൽ പോലും അലക്ഷ്യമായി പെരുമാറരുത്, അലക്ഷ്യമായി ജീവിക്കരുത്. നമ്മെ കർത്താവ് സ്നേഹിച്ച് രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, തന്റെ സ്നേഹത്തിന്റെ ഫലമായ നന്മയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നെങ്കിൽ, എപ്പോഴും ഓർത്തോണം, എൻ്റെ ജീവിത രൂപാന്തര നിമിത്തം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നയാളായിരിക്കും. കേൾക്കൂ, എൻ്റെ ഒന്നാമത്തെ ചിന്ത ഞാനിവിടെ പറയാം, ഒന്നുകൂടെ പറയാം. ജീവിത രൂപാന്തരത്തിലൂടെ സമൂഹത്തോട് ഇടപെടുക. എവിടെയായാലും അവർ കാണണം, കേൾക്കണം, അറിയണം ഈ മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടായി. കേൾക്കുന്നോ? നാം കർത്താവിന്റെ വകയാ. നീതിയെ കാണിക്കാൻ ദൈവത്തിന് തലമുറയുണ്ടെങ്കിൽ ആ തലമുറ നമ്മളാണ്. ദൈവിക വിശുദ്ധിയെ കാണിക്കാൻ ദൈവത്തിന് തലമുറയുണ്ടെങ്കിൽ ആ തലമുറ നമ്മളാണ്. കേൾക്കുന്നോ? വെള്ളയിടാനും ശബ്ദമുണ്ടാക്കാനും കഴിയുന്ന ഒത്തിരി പേര് ഇവിടെ ഉള്ളപ്പോൾ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ഈ ലോകത്താരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്നവർ ദൈവമക്കളായി പരമാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് ഓർത്തോണം, എനിക്ക് സമൂഹത്തുള്ള സന്ദേശം അത് മറ്റൊന്നല്ല. എനിക്ക് സമൂഹത്തുള്ള സന്ദേശം രൂപാന്തരത്തിന്റെ തെളിവുകളാണ്. അത് ഉറക്ക സമൂഹം, അത് വ്യക്തമായി സമൂഹം കാണണം, സമൂഹം കേൾക്കണം. ഞാൻ ഈ ചിന്ത ഉള്ളിൽ വെക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളെ കൂടെ നമുക്ക് തിരിച്ചറിയാതെ പോകാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഒന്ന് വായിക്കണേ, ഒന്ന് നോട്ട് ചെയ്താലും മതി. 2 Corinthians chapter 3 verse 2. 2 Corinthians chapter 3 verse 2. 2 Corinthians 3:2 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ശ്രദ്ധിച്ചു കേട്ടെ, യു ആർ എ ന്യൂസ് പേപ്പർ അല്ലേ? യു ആർ എ ലെറ്റർ. ന്യൂസ് പേപ്പർ എന്നുള്ളതല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, യു ആർ എ ലെറ്റർ. എല്ലാവരും വായിക്കുന്ന എഴുത്താ നിങ്ങൾ. ലോകത്തിന് ദൈവം കൊടുത്തൊരു എഴുത്തുണ്ടെങ്കിൽ ആ എഴുത്ത് ഞാനാണ്. ദ ലെറ്റർ ഓഫ് ലവ്, ദ ലെറ്റർ ഓഫ് കൺസേൺ, അല്ലേ? ദ ലെറ്റർ ഓഫ് ഫോർഗീവ്നെസ്. ഈ ഭൂമിയിൽ ജനം വായിക്കുന്ന ഒരു എഴുത്ത് എന്ന് പൗലോസ് വിശേഷിപ്പിക്കുക. കൊരിന്ത്യരോട് പറയാം, യു ആർ എ ലെറ്റർ, നിങ്ങൾ എഴുത്താ. കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ദൈവം, സ്നേഹവാനായ ദൈവം പ്രപഞ്ചത്തിന് അയച്ച വായിക്കാൻ പറ്റുന്ന ഒരു എഴുത്തുണ്ടെങ്കിൽ ആ എഴുത്തിന്റെ പേര് ദൈവമക്കളെന്ന പേരാ. ഓ, എത്ര വലുതാ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാൻ. ഓക്കെ, ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു എഴുത്തുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറഞ്ഞേ, ആ എഴുത്ത് ഞാനാ. എന്നിലൂടെ വായിക്കണം. ദൈവം നമുക്ക് നൽകിയ തിരുവെഴുത്ത് നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന്റെ എഴുത്താ ഈ ഭൂമിയിൽ കൊടുക്കാനുള്ളത്. അവിടൊന്നും ഞാൻ വിശേഷണത്തിലേക്ക് പോകുന്നില്ല. എനിക്ക് പ്രധാനപ്പെട്ട കുറെ ആശയങ്ങൾ പറയാനുണ്ട് ആ ഭാഗത്ത്. നോക്കിക്കേ, 2 Corinthians 5:20 യു ആർ ആസ് വേദോസ്തം പറയാ. 2 Corinthians 5:20. 2 Corinthians 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിനു പകരം അപേക്ഷിക്കുന്നു. യു ആർ എ ലെറ്റർ. പൗലോസ് തുറന്നു പറയുക, നിങ്ങൾ എഴുത്തു മാത്രമല്ല കേട്ടോ, നിങ്ങൾ പകരക്കാരാണ്. കർത്താവിന് പകരക്കാരാ ഞാൻ. കേൾക്കുന്നുണ്ടോ? കർത്താവിന് അയർലൻഡിൽ നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് വന്ന് താമസിക്കണമെന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, അവിടെ തോമസ് ഉണ്ടല്ലോ, അവിടെ സ്റ്റാൻലി ഉണ്ടല്ലോ, അവിടെ കെവിൻ ഉണ്ടല്ലോ, അല്ലേ? അവിടെ ബ്ലസൻ ഉണ്ടല്ലോ. ഇനി നിങ്ങളുടെ
ചില പേരുകൾ വായിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. അവിടെ ലിനു ഉണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അവരെ ഞാൻ അവിടെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷയുടെ ആഴം മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് നമ്മോട് പറയുക, ഞാൻ അവിടെ ആക്കിയിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. എനിക്ക് പകരം ഒരാളെ കർത്താവിന് കിട്ടണമെങ്കിൽ ആ കിട്ടാനുള്ള ആൾ ഞാനായിരുന്നു. കർത്താവ് എന്നെ ആ പകരം സ്ഥാനത്താക്കിയേക്കുക. കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഭൂമിയിലെ ഈ സമൂഹത്തിലെ ഉത്തരവാദിത്വം. നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പല നിലകളിൽ ജീവിക്കുമ്പോൾ ഒരു പ്ലൂറലിസ്റ്റിക് കമ്മ്യൂണിറ്റി നമുക്ക് ചുറ്റുമുണ്ട്. അതിന്റെ നടുവിൽ കർത്താവിന്റെ പത്രമായി, കർത്താവിന് പകരക്കാരായി വിളിക്കപ്പെട്ടവരാ നമ്മൾ. എത്ര വലുതാ ദൈവത്തെ നമ്മെ കുറിച്ചുള്ള സ്വപ്നം. നമുക്ക് ഈ ഭൂമിയിൽ ഒരു യൂണിവേഴ്സൽ മിഷൻ ഉണ്ടെന്നറിയാവോ? എല്ലാവരോടും സംസാരിക്കാൻ നമ്മുടെ വാക്കുകൾ പോരാ, പക്ഷെ എല്ലാവരെയും സ്വാധീനിക്കാൻ നമ്മുടെ ജീവിതത്തിനാവും. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം. എല്ലാവരോടും സംസാരിക്കാൻ നമ്മുടെ വാക്കുകൾക്കാവില്ല, പക്ഷെ എല്ലാവരെയും സ്വാധീനിക്കാൻ നമ്മുടെ ജീവിതത്തിനാവും. ഒന്ന് എഴുതി വെച്ചോളൂ. എല്ലാവരോടും സംസാരിക്കാൻ നമ്മുടെ വാക്കുകൾക്കാവില്ല, പക്ഷെ എല്ലാവരെയും സ്വാധീനിക്കാൻ നമ്മുടെ ജീവിതത്തിനാവും. നമ്മുടെ വ്യത്യസ്തത ലോകം അറിയട്ടെ. കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചിന്ത ഞാൻ അവിടെ നിർത്തുക. ഒന്നാമത്തെ ചിന്ത ഒന്നുകൂടെ പറയാം. ജീവിത രൂപാന്തരത്തിലൂടെ സമൂഹത്തോട് ഇടപെടുക. Second duty, defend your faith through right response. Defend your faith through right response. ശരിയായ പ്രതികരണങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക. ശരിയായ പ്രതികരണത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക. വായിക്കാം. First Peter chapter 3 verse 8 to 17. First Peter chapter 3 verses 8 to 17. മുഴുവൻ വാക്യം വായിപ്പിക്കുന്നില്ല. ആർക്കെങ്കിലും ആ ബിഗിനിങ് വേഴ്സസ് ഒന്ന് വായിക്കാവേ? തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. കേട്ടോ, ദൈവത്തിന് നമ്മൾക്ക് സ്വപ്നം ഇങ്ങോട്ട് വടിയെടുത്താൽ അങ്ങോട്ട് വടിയെടുക്കുന്നവരാകരുതെന്നും, ഇങ്ങോട്ട് തന്നതിന് തക്കവണ്ണം അങ്ങോട്ട് പ്രതികരിക്കുന്നവരാവരുത്. നമുക്ക് നാട്ടിൽ ഒരു പഴയ സ്റ്റേറ്റ്മെന്റിംഗ് ഉണ്ട്, പഴഞ്ചൊല്ലുണ്ട് അല്ലേ? മാവിന് ഫലമുള്ള മാവിന് നേരെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി കല്ലെറിയുമ്പോൾ തിരിച്ച മാവ് കൊടുക്കുന്നത് കല്ലല്ല, അതിന്റെ ഫലമാണ് അല്ലേ? ഒരു മനുഷ്യൻ ചോദിച്ചു, ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞിങ്ങനെ ഉത്തരം പറഞ്ഞു. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് കൊള്ളാം, നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഒരു കുഞ്ഞിങ്ങനെ പറഞ്ഞു, സുഗന്ധം പരത്തുന്നൊരു പൂ അതിൻ്റെ ചെടിയിൽ നിന്ന് അറുത്തെടുക്കുമ്പോഴും അതിൻ്റെ സുഗന്ധം പോകാതെ സൂക്ഷിക്കുന്നത് പോലെയാണ് അത്ര ക്ഷമ. ഒന്നുകൂടെ പറയട്ടെ. ഒരു റോസപ്പൂ അതിൻ്റെ ചെടിയിൽ നിന്ന് അറുത്തെടുക്കുമ്പോൾ, മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സൗരഭ്യം പോകാതെ അത് സൂക്ഷിക്കുന്നത് പോലെ ഒരു വ്യക്തി മുറിവേൽപ്പിച്ചവരോട് തിരിച്ചു പ്രതികരിക്കാതെ അവനവന്റെ അകത്ത് നിന്നും വരുന്നതിനനുസരിച്ചുള്ള പ്രതികരണം കൊടുക്കുന്നതാണ് ശരിക്കുള്ള ക്ഷമയെന്ന്. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മോട് പറഞ്ഞൊരു കാര്യം, മറ്റുള്ളവരെ പോലെ പ്രതികരിക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്കെപ്പോഴും പ്രതികരിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആവണം. അപ്പൊ ഇങ്ങോട്ട് പോരിന് വിളിച്ചാൽ നീ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട്
ഞാൻ ആരാന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കൂട്ടത്തെയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ നാം ആരാണെന്ന് വെളിപ്പെടുത്തണം. സ്തോത്രം അല്ലേ? നമുക്ക് പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഇതാ, ഞാൻ ദൈവപൈതലായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടി വരുന്നേ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം? ആത്മീകത എളുപ്പമാർഗമാണെന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പ്രശ്നമാണത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മീകത ഒരു എളുപ്പമാർഗമല്ല. ആത്മീകത എളുപ്പമാർഗമല്ല. ആത്മീകത വില കൊടുക്കേണ്ട മാർഗമാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ എന്തിനാണെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കണം. അവിടെ പറയും, നമ്മുടെ ഉള്ളിലുള്ളത് വെളിപ്പെടുത്താൻ ദൈവം നമുക്ക് തരുന്നതിന്റെ പേരാണ് ഏറ്റുമുട്ടലുകൾ. നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് പുറത്തറിയണം. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, യുവതി യുവാക്കന്മാരോട് ഒരു വാക്ക് സ്നേഹത്തോടെ ഞാൻ പറയാം. നമ്മുടെ അകത്ത് എന്തുണ്ടെന്ന് പലപ്പോഴും വെളിപ്പെടുത്തുന്നതിൽ നമ്മുടെ പ്രതികരണങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിൽ നമ്മുടെ പ്രതികരണത്തിന് വലിയ പങ്കുണ്ട്. അത് നമുക്ക് അതുപോലെ ചെയ്യാൻ ഇടവരണം. നോക്കിയ 3 പ്രധാനപ്പെട്ട വാക്കുകളെ നിങ്ങൾക്ക് മുമ്പിൽ അവിടെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 17 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ റൈറ്റ് റെസ്പോൺസ് ആണ് പൗലോസ് ചോദിക്കുന്നത്. നോക്കിക്കേ, 14-ാമത്തെ വാക്യം, വേഴ്സ് 14. 1 Peter chapter 3 verse 14 ഒന്ന് വായിക്കാമോ? നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഈ 3 വാക്കുകൾ പൗലോസ് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ വരട്ടെ. ഇങ്ങോട്ട് നമ്മൾ ഉപദ്രവിക്കപ്പെടുമ്പോഴും നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് പത്രോസ് ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ നമുക്കൊന്ന് പങ്കുവെച്ചു പോകാം. ഇടവരട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ എന്ന അതിൻ്റെ അർത്ഥം, നിങ്ങളെ ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കലങ്ങണ്ട. പകരം ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. എന്താ വാക്കിന്റെ അർത്ഥം? കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. എന്താ അതിന്റെ അർത്ഥം? കേൾക്കൂ. നമ്മളെ കുറ്റപ്പെടുത്തുകയും നമുക്ക് നേരെ ആക്ഷേപം പറയുകയും ചെയ്യുന്ന പലരും നമുക്ക് ചുറ്റുമുള്ളപ്പോഴും നമ്മളുടെ പ്രതികരണം മറ്റൊന്നാവരുത്. എൻ്റെ വിശുദ്ധനായ കർത്താവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അകത്തെ ഇതിനൊന്നും ബാധിക്കാൻ പറ്റില്ലെന്നും എൻ്റെ അകത്ത് ഞാൻ വിശുദ്ധി സൂക്ഷിക്കുമെന്നും ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുന്നതാവണം നമ്മൾ നേരിടുന്ന എല്ലാ പ്രതികരണങ്ങളും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതൊന്നും കേട്ട് തളരരുത്. നാം നമ്മുടെ കർത്താവിനെ ഒന്നുകൂടെ ഉള്ളത്തിൽ മഹത്വപ്പെടുത്തുവാൻ, ഒന്നുകൂടെ ഉള്ളത്തിൽ ഉറപ്പിക്കാനുള്ള സമയമാവണം നമ്മുടെ ഓരോ വെല്ലുവിളിയും. അടുത്ത വാക്കിലേക്ക് വരികയാണ്. വേഴ്സ് 15, 15-ാം വാക്യം വായിക്കാമോ? നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങളോട് ചോദിക്കുന്നവരോട് നിങ്ങൾ ഉത്തരം പറയാൻ ഒരുങ്ങിയിരിക്കണം. അപ്പൊ 1-ാമത്തെ വാക്ക് നിങ്ങൾ വിശുദ്ധീകരിക്കണം. 2-ാമത്തെ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. എന്തിനൊരുങ്ങിയിരിക്കണം? നിങ്ങളുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ മുമ്പിൽ പകച്ചു പോകരുത്. അതിൻ്റെ മുമ്പിൽ ഉറപ്പോടെ നിന്നിട്ട് പറയണം, കർത്താവിനെ എൻ്റെ അകത്ത് ഞാൻ വീണ്ടും വിശുദ്ധീകരിക്കും. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും വിശുദ്ധിയുടെ വഴികളിൽ ഞാൻ മുമ്പോട്ട് പോകും. 2, എന്നോട് ചോദിക്കാൻ ഒരുങ്ങുന്നവരോട് ഉത്തരം പറവാൻ ഐ വിൽ ബി പ്രിപ്പയർഡ്. ഞാൻ ഒരുങ്ങിയിരിക്കും. ഒളിച്ചോടുകയില്ല. ഞാൻ തിരിച്ചു പറയും. എന്തിനെ കുറിച്ച് പറയും? എൻ്റെ വിശ്വാസത്തിന്റെ വ്യക്തത ഞാൻ വരുത്താൻ ബാധ്യസ്ഥനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒളിച്ചോട്ടങ്ങൾക്ക് നമുക്ക് പറ്റുകയില്ല ഇനി. കാരണം നമ്മൾ ഇറങ്ങിയത് ഒരു തുറന്ന യുദ്ധത്തിന് വേണ്ടിയാ.
ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെ ഇറങ്ങിയവരാണ് നമ്മൾ. മരണം വരെ കർത്താവിനെ വിട്ടു മാറില്ല എന്നതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ട് ഏതെല്ലാം വിഷമത വന്നാലും ഓർത്തോണം, എൻ്റെ കർത്താവിനെ എൻ്റെ അകത്ത് വീണ്ടും ഞാൻ വിശുദ്ധീകരിക്കും, എൻ്റെ കർത്താവിനെ ഞാൻ വീണ്ടും ഉറപ്പിക്കും, എൻ്റെ അകത്ത് എൻ്റെ കർത്താവിനുള്ളതാണെന്ന് ഞാൻ ഉറക്കെ പറയും എൻ്റെ ജീവിതത്തിൽ. അത് മാത്രമല്ല, എന്നോട് ചോദിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ പറയാൻ തക്കവണ്ണം പ്രിപ്പയർഡ് ആയിരിക്കും. കാരണം ഏതു സമയത്തും എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം, ഐ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഞങ്ങൾ പിൻപറ്റുന്ന വിശ്വാസം അത് ശ്രേഷ്ഠമാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന യുവാക്കന്മാരുടെ ഒരു വാക്ക് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ. കുഞ്ഞുങ്ങളെ, സുവിശേഷം എന്ന മഹത്തായ സന്ദേശം രൂപാന്തരപ്പെടുത്തിയ കുടുംബങ്ങൾ ഒത്തിരി പേരുണ്ട്. അറിയാമോ? മദ്യപിച്ച അപ്പനെ മദ്യപാനത്ത് മടക്കി കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ തല ഉയർപ്പോടെ നടന്ന എത്രയോ മക്കളുണ്ടെന്നറിയാവോ? അവരെ മാറ്റിയത് സുവിശേഷമാ. ഒത്തിരി പേരുടെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന സുവിശേഷമാ. അതുകൊണ്ട് യേശുവിന്റെ സ്നേഹം രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാ. യേശുവിന്റെ സ്നേഹം മാറ്റുന്ന സ്നേഹമാണ്. യേശുവിന്റെ സ്നേഹം പണിയുന്ന സ്നേഹമാ. അതുകൊണ്ട് ഞാൻ ദൈവപൈതലാണെന്നൊന്നും പറയുന്നതില് നാണം കിട്ടൊന്നും നിൽക്കണ്ട, അഭിമാനത്തോടെ പറയണം, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകനാ, ജീവനുള്ള ദൈവത്തിന്റെ മകളാ. ഞാൻ പ്രതികരിക്കും. എങ്ങനെ ഞാൻ പ്രതികരിക്കും? റൈറ്റ് റെസ്പോൺസിലൂടെ, ശരിയായ പ്രതികരണത്തിലൂടെ. ഇങ്ങോട്ട് ചോദിക്കുന്നവരോട് വാദപ്രതിവാദമല്ല, ഇങ്ങോട്ട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകാൻ തക്കോണം ഞാൻ ഒരുങ്ങിയിരിക്കും. വായിക്കാം 16-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. 3-ാമത്തെ വാക്ക് മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളെ ദുഷിച്ചു പറയുന്നവർ, പല നിലകളിൽ നിങ്ങൾക്ക് ആക്ഷേപം പറയുന്നവരെ കാണും. അവര് ലജ്ജിക്കേണ്ടതിന് നിങ്ങൾ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നിലും നിങ്ങൾ ഇടപെടാതിരുന്നാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുകയില്ലെന്ന്. വാക്കുകൊണ്ട് ജയിക്കാനല്ല ഇവിടെ പറയുന്നത്. മനസാക്ഷി കളങ്കപ്പെടാതിരിക്കാൻ എപ്പോഴും സൂക്ഷിക്കണം. ഇന്നകളിൽ നിങ്ങൾ കേൾക്കുന്ന ആക്ഷേപങ്ങൾ അത് നാളുകളിൽ തെളിയിക്കപ്പെടുന്ന ദിവസമുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസാക്ഷി കളങ്കപ്പെട്ടാൽ ആക്ഷേപവും കുറ്റക്കാരനും നിങ്ങൾ ആയി മാറും. അതുണ്ടാവരുത്. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുകയും എപ്പോഴും പ്രതികരിക്കുന്നതിൽ നാം വ്യത്യസ്തരുമാകണം. നമുക്കിന്ന് ഈ ക്ലാസ്സിൽ ഇങ്ങനെ കർത്താവോടൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ വഴിയെ ശരിയായ പ്രതികരണത്തോടെ കാണിക്കാൻ എന്നെ കർത്താവേ അങ്ങ് സഹായിക്കുമാറാകണമേ. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയാവട്ടെ. 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1, ജീവിത രൂപാന്തരത്തോടെ സമൂഹത്തോട് ഇടപെടുക. 2, ഡിഫെൻഡ് യുവർ ഫെയ്ത്ത് ത്രൂ റൈറ്റ് റെസ്പോൺസ്. ശരിയായ പ്രതികരണത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ നാം സംരക്ഷിക്കുക. ഈ ഭൂമിയിൽ നമുക്കത് വേണം, അല്ലേ? നമ്മൾ ആരെന്ന് ചോദിക്കുമ്പോൾ സമരം അല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗത്തെ ഉദ്ഘോഷിക്കുന്നവരാണ് നാം എന്ന് പറയാൻ നമ്മുടെ നാവിന് ബലമുണ്ടാവണം, കരുത്തുണ്ടാവണം. ശക്തിയോടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടവരണം. 3, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സമൂഹത്തെ ഞാൻ പറഞ്ഞു, പെർവേർട്ടഡായ, ദോഷമുള്ള, തിന്മയുള്ള, ഇരുട്ടുള്ള ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ, വ്യത്യസ്ത പ്രകൃതങ്ങളുള്ള, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സമൂഹത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റും? 3-ാമത്തെ ചിന്ത കൂടെ കേൾക്കുക. 1, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിത രൂപാന്തരത്തിലുള്ള സമൂഹത്തോട് സംസാരിക്കണം. 2, ഡിഫെൻഡ് യുവർ ഫെയ്ത്ത് ത്രൂ റൈറ്റ് ലിവിങ്, റൈറ്റ് റെസ്പോൺസ്. ശരിയായ പ്രതികരണത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരായി നാം മുമ്പോട്ട് പോകണം. 3, നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കേൾക്കൂ, നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ നമുക്കുണ്ടെന്നറിയാവോ? അത് നാം ചെയ്യണം. ഏതൊക്കെ നിലയിൽ ചെയ്യണം? 2 നിലയിൽ. There are 2 kind of social responsibilities. 1, fight against evil. തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുക. കേൾക്കുന്നോ? നാം തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. Fight against social evils. തിന്മയ്ക്കെതിരെ നാം യുദ്ധം ചെയ്യുന്നവരാവണം.
അതിന് സമരം വേണമെന്നില്ല. തിന്മയെ എതിർക്കാൻ മനസ്സുണ്ടായാൽ മതി. കേൾക്കുന്നോ? എല്ലാം കേൾക്കുമ്പോൾ എല്ലാറ്റിനും അതുപോലെ എന്ന് പറയാനല്ലല്ലോ കർത്താവ് നമ്മെ വിളിച്ചത്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡില്ലേ? നമുക്ക് നമ്മുടെ ഒരു കൺവിക്ഷൻ ഇല്ലേ? ആ കൺവിക്ഷൻ ഉറച്ചു നിൽക്കേണ്ടവരാണ് നമ്മൾ. എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യം? എന്താണ് ഈ സോഷ്യൽ ഈവിൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ജസ്റ്റ് 2-3 റെഫറൻസ് തരാം. നോക്കിയേ, ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. James chapter 2 verses 1 to 12. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല, ജസ്റ്റ് ആ റെഫറൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫൈറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ആ അധ്യായം നിങ്ങൾ പിന്നീട് ഒന്ന് വായിക്കണേ. ഞാൻ ആ വാക്യങ്ങളൊക്കെ വായിക്കാൻ പോയി നമുക്ക് പിന്നെയും ക്ലാസ് ലേറ്റ് ആവും. ഇവിടുത്തെ ഡിസ്ക്രിമിനേഷന്റെ പ്രശ്നം? ഉള്ളവനും ഇല്ലാത്തവനും. കണ്ടോ? ക്ലാസ് ആൻഡ് കാസ്റ്റ്. ക്ലാസ്, ഹൈ ക്ലാസ്, ലോ ക്ലാസ്. കാസ്റ്റോ, ഹയർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്. അക്സെപ്റ്റഡ് ആൻഡ് റിജക്റ്റഡ്. അല്ലേ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ബന്ധം ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിച്ചത് അതിനെതിരെ എഴുതി ജയിക്കാനല്ല, അതിനെതിരെ പൊരുതി ജയിക്കാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസ് കൊണ്ട് നമ്മൾ തെളിയിക്കണം. ഈ സാമൂഹിക വിപത്തിനെതിരെ നിൽക്കാനാണ് എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ഇന്നലകളിൽ വന്നവർ കാണും, പണ്ടുള്ളവർ കാണും. നമ്മുടെ പശ്ചാത്തലം പലതുമായിരിക്കാം. പക്ഷെ ഒരിക്കൽ പോലും ഒരാളുടെ പശ്ചാത്തലം വെച്ച് ഒരാളെയും വിലയിരുത്തുകയോ വില കുറഞ്ഞവരായി കാണുകയോ ചെയ്യരുത്. കേൾക്കുന്നുണ്ടോ? തുറന്ന് ഞാൻ പറയാവേ, ഇതൊരു ക്ലാസ് ആണല്ലോ, പ്രസംഗമല്ല. തുറന്ന് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ജോലി വെച്ച് ഒരു മനുഷ്യനെ വലിയവനും, ഒരു മനുഷ്യന്റെ ജോലി വെച്ച മനുഷ്യനെ ചെറിയവനുമായി കാണുന്ന പ്രകൃതം നമുക്ക് നടുവിൽ വളർന്നുകൂടാ. ദൈവത്തിന്റെ സഭ യുദ്ധം ചെയ്യേണ്ടത് വിഭാഗീയതകൾക്കെതിരെയാവണം. ദൈവത്തിന്റെ സഭ നിലപാടുകൾ കൈക്കൊണ്ടത് ഇങ്ങനെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെയാവണം. നിങ്ങൾ പ്രഖ്യാപിക്കൂ, സ്വയം പ്രഖ്യാപിക്കൂ. എന്റെ ചർച്ചിൽ, എന്റെ കോൺഗ്രിഗേഷനിൽ ഒരാളെക്കാൾ വലിയവനല്ല മറ്റൊരാളും. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഒരാളെക്കാൾ ചെറിയവരല്ല മറ്റൊരാളും. കർത്താവ് വിലയ്ക്ക് വാങ്ങിയ എല്ലാവരും വിലയുള്ളവരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെന്നേ. ഏളി ചർച്ചിലെ ചില ഇടങ്ങളിൽ ചില മനുഷ്യർ കാണിച്ച തിന്മകളുണ്ടായിരുന്നു. അതിൽ ദരിദ്രനെ മാറ്റി നിർത്തി സമ്പന്നനെ ചേർത്ത് പിടിച്ചു. സഭകളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നിശബ്ദമാകുന്ന ഒത്തിരി ഇടങ്ങൾ നമുക്ക് മുമ്പിലുള്ളപ്പോൾ നമ്മുടെ നിലപാട് കൊണ്ട് നമുക്കതിനെ യുദ്ധം ചെയ്യണം. കേൾക്കുന്നുണ്ടോ? നാളെ ഒരു തുറന്ന പത്രത്തിൽ എഴുതാനല്ല ഞാൻ ഈ ആഹ്വാനം നൽകുന്നത്. നമ്മുടെ തുറന്ന പോരാട്ടത്തിൽ ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനിക്കണം. വേണ്ടേ? സമൂഹത്തെ കാർന്നു തിന്നുന്ന പലതിന്റെയും പല ഉപയോഗ വസ്തുക്കളുടെയും നടുവിൽ അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു നന്മ തന്നിട്ടില്ലേ? ഉണ്ട്. ദൈവമയുടെ ക്രമത്തെ പാലിക്കാൻ വിളിക്കപ്പെട്ടയാളാണ് ഞാൻ. There is a moral order for this society. ദൈവം ക്രമീകരിച്ച ഒരു ധാർമ്മിക ക്രമം ഇവിടെയുണ്ട്. കേൾക്കുന്നുണ്ടോ? പാലിക്കേണ്ട അകലങ്ങൾ പാലിക്കാനും സൂക്ഷിക്കേണ്ട വിശുദ്ധി സൂക്ഷിക്കാനും നമ്മുടെ മോറൽ ഓർഡർ നമ്മെ പഠിപ്പിക്കുമ്പോൾ, സ്പിരിച്വൽ മോറൽ ഓർഡർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഓർഡറിനെതിരെ നിൽക്കുന്ന എന്തിന്റെയും അടുക്ക പോയിട്ട് ഞാൻ നിങ്ങളൊപ്പം ഉണ്ടെന്ന് പറയുന്നവനല്ല ദൈവത്തിന്റെ പൈതൽ. തിരിച്ചു പറയണം, ദൈവം വെച്ച മോറൽ ഓർഡർ, ആ ഓർഡറിനെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ട ആളാ ഞാൻ. സ്തോത്രം. പാപത്തിന്റെ അതിരുകൾ ചെറുതാകുന്ന കാലത്ത് ദൈവം വരച്ച വരയെ കാണാതിരിക്കാൻ കഴിയുന്ന കണ്ണുകളാവരുത് നമ്മളുടേത്. അല്ലേ? വല്ലാത്തൊരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നേ? ലിവിങ് റിലേഷൻഷിപ്പ് കുഴപ്പമില്ലെന്ന് പറയുന്ന, സോ ആൻഡ് സോ കുഴപ്പങ്ങളില്ലെന്ന് വ്യാഖ്യാനിക്കുന്ന സമൂഹത്തിൽ അതിന്റെ പങ്കാളികളായി പ്രൊമോട്ടേഴ്സ് ആകാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്.
ധൈര്യത്തോടെ പറയൂ, എന്റെ നിലപാട് വേറെയാ, എന്റെ യുദ്ധം വേറെയാ. കർത്താവ് എന്നെ വിളിച്ചത് ഈ നിലപാടിന് അനുകൂലമായി നിൽക്കാനല്ല. എനിക്കൊരു ക്രമമുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളുടെ കരങ്ങൾ ഒരു നിമിഷം ഉയർത്തിപ്പിടിച്ചേ. ഇങ്ങനെ കർത്താവോട് പറ, കർത്താവേ, അങ്ങ് വെച്ച സോഷ്യൽ ഓർഡർ, അങ്ങ് വെച്ച മോറൽ ഓർഡർ, അങ്ങ് വെച്ച സ്പിരിച്വൽ ഓർഡർ, അതിനെതിരെ നിൽക്കാൻ എനിക്കൊരിക്കലും ഇടവരരുത്. കർത്താവേ, ആ തിന്മകൾ സമൂഹത്തിൽ വല്ലാതെ പരക്കുമ്പോഴും കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് എന്നിൽ നിന്നും മാറാൻ അനുവദിക്കരുത്. അങ്ങയുടെ നിലപാടുകൾക്കൊരിക്കലും ഞാൻ എതിരാവരുത്. ഞാൻ എതിരാവുന്നത് ഇരുട്ടിന്റെ നിലപാടുകൾക്കാണ്. ഞാൻ യുദ്ധം ചെയ്യുന്നത് ഇരുട്ടിന്റെ നിലപാടുകൾക്കെതിരെയാണ്. അങ്ങനെ ചെയ്യുമ്പോഴും കർത്താവിനെ വിളിച്ചത് കർത്താവിന്റെ നിലപാട് നിൽക്കാനാണ്. അതിനെതിരാവരുത് നാം. കേൾക്കുന്നുണ്ടോ? സമൂഹത്തിനെതിരായാലും സമൂഹത്തിന്റെ നിലപാടുകൾക്കെതിരായാലും ദൈവത്തിന്റെ നിലപാടുകൾ വിട്ടു മാറരുത് എന്നെല്ലാവരോടും ഞാൻ ഓർപ്പിക്കുന്നു. ഫൈറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവൽ. നോക്കൂ, മറ്റൊന്ന് റോമലേഖനം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13 വേഴ്സസ് 8 to 10, 8 മുതൽ 10 വരെയുള്ള വാക്യം കൂടെ വായിക്കാം. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റു ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്ക എന്നീ വചനത്തിൽ സംശേഷിപ്പിച്ചിരിക്കുന്നു. കുഴപ്പമില്ലെന്ന് വാദിക്കുന്നവരുടെ സമൂഹത്തിലെ മതി. കുഴപ്പമില്ലെന്ന് വാദിക്കുന്ന സമൂഹത്തിലെ ആ വാദഗതികൾക്കൊപ്പം നീങ്ങാനല്ലല്ലോ കർത്താവ് നമ്മെ വിളിച്ചത്. എപ്പോഴും ഓർക്കണം, സാമൂഹിക വിപത്തുകൾ അത് നിലപാടുകളായാലും സമീപനങ്ങളായാലും പ്രവൃത്തികളായാലും അതിനെതിരെ നിൽക്കാൻ കർത്താവിനെ വിളിച്ചെങ്കിൽ, കർത്താവേ, ഞാൻ അതിനെതിരെ നിൽക്കും. കർത്താവിനെതിരായി ഞാൻ നിൽക്കില്ല. ഞാൻ അതിനെതിരായിരിക്കും, പക്ഷെ കർത്താവിനെതിരായിരിക്കില്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈ സമൂഹത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. മറ്റൊന്നുകൂടെ പറയുക, മത്തായി സുവിശേഷം 25:35-36 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 25, 35 and 36 വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതി വിട്ടാൽ മതി. ഒരു ഹെഡിങ് കൂടെ എനിക്ക് ഡീൽ ചെയ്യാനുണ്ട്. അവിടെ പറയുന്നത് സമൂഹത്തിൽ തള്ളപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്നവരാവണം നാം. സമൂഹത്തിൽ തള്ളപ്പെട്ടവരെയും അവഗണിക്കുന്നവരെയും നാം കൈക്കൊള്ളുകയും അവരുടെ ക്ഷേമത്തിനു വേണ്ടി നമ്മൾ കഴിയുന്ന വിധം ചെയ്യുകയും ചെയ്യണം. മതം നോക്കാതെ, മുഖം നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണിക്കാൻ പഠിപ്പിക്കുന്ന പ്രമേയമാണ് നമ്മളുടെ പ്രമേയം. കേൾക്കുന്നോ? മതം നോക്കാതെ, മുഖം നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാൻ പഠിപ്പിക്കുന്നതാണ് ബിബ്ലിക്കൽ ഡോക്ട്രിൻ. ഒന്നുകൂടി ഞാൻ പറയുന്നു, മതം നോക്കാതെ, മുഖം നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാൻ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത. അറിയാവോ? വിശക്കുന്നവന് കഴിക്കാൻ കൊടുക്കുക, അല്ലെ? തള്ളപ്പെട്ടവനെ ചേർത്ത് നിർത്തുക, അർഹനായവന്റെ നേർക്ക് കണ്ണടയ്ക്കാതിരിക്കുക. ഇതെപ്പോഴും നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന ഗുണങ്ങളാണ് എന്ന ചിന്ത കൂടെ എല്ലാവരുടെയും അകത്ത് ഉണ്ടാവണം. ഫൈറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾ. സാമൂഹ്യ വിപത്തുകൾക്കെതിരെ നാം നിലയുള്ളവരാകണം. നമ്മുടെ ബോധ്യം സമൂഹം കാണണം, അറിയണം. നമ്മുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് സമൂഹം കാഴ്ചയോടെ, കേൾവിയോടെ ഉറപ്പിക്കപ്പെടണം. രഹസ്യത്തിലായാലും പരസ്യത്തിലായാലും നമ്മുടെ ആത്മീക നിലപാടുകൾ അത് ഉറച്ചു തന്നെ ആവണം. സ്തോത്രം. ഒന്ന് ഞാൻ പറഞ്ഞത് ജീവിത രൂപാന്തരത്തോടെ സമൂഹത്തോട് ഇടപെടുക. രണ്ട് ഞാൻ പറഞ്ഞത് ഡിഫെൻഡ് യുവർ ഫെയ്ത്ത് ത്രൂ റൈറ്റ് റെസ്പോൺസ്. നമ്മുടെ വിശ്വാസത്തെ ശരിയായ പ്രതികരണങ്ങളിലൂടെ സംരക്ഷിക്കുക എന്ന് ഞാൻ പറഞ്ഞു. 3, നമുക്കൊരു സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. തള്ളപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടതിനെയും ചേർത്ത് നിർത്തുക. തീർന്നില്ല. സാമൂഹിക വിപത്തുകൾക്കെതിരെ, സോഷ്യൽ ഈവിൾസിനെതിരെ നമ്മളാൽ കഴിയുന്ന വിധ നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോവുക. ഒരു ചിന്ത കൂടെ പറഞ്ഞ്
ഞാൻ എൻ്റെ ക്ലാസ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒരു നിലപാട് കൂടെ ഞാൻ പറയാം. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി പെരുമാറുക. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം പെരുമാറുക. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം, കേൾക്കുക. ഞാൻ സത്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സ്റ്റേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സീക്കിംഗ് സ്റ്റേജാണ്. എവറി പേഴ്സൺ കംസ് ടു ക്രൈസ്റ്റ് ആസ് എ സീക്കർ, അന്വേഷകൻ. കേൾക്കുന്നുണ്ടോ? സീക്കർ, അന്വേഷകൻ. ആ സീക്കിംഗ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ട് വരികയാണ്. അപ്പോഴാണ് സത്യത്തിൽ സെക്കൻഡ് സ്റ്റേജിൽ തുടങ്ങുന്നത് നോയിങ്, യേശുവിനെ അറിയുക. കേൾക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റേജ് സീക്കിംഗ്, അന്വേഷിക്കുക, കർത്താവിനെ കാണണം, അറിയണം. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയാനുള്ള അവസരം ഉണ്ടാകും. സീക്കർ ആ സ്റ്റേജ് വിട്ടിട്ട് നോയിങ് സ്റ്റേജിലേക്ക് വരിക, കർത്താവിനെ അടുത്തറിയാൻ തുടങ്ങുക. മൂന്നാമത്തെ സ്റ്റേജാണ് ഫോളോയിങ്, കർത്താവിനെ പിൻപറ്റുക. അപ്പോ തുടങ്ങിയത് എവിടുന്ന? സീക്കിംഗ്, അന്വേഷിച്ചു. രണ്ടാമത്തെ സ്റ്റേജ് വന്നു, അറിഞ്ഞു. മൂന്നാമത്തേത് പിൻപറ്റി. നാലാമത്തേത് മനോഹരമാണ്, റിഫ്ലക്റ്റിംഗ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പ്രതിബിംബിപ്പിക്കുക. റിഫ്ലക്റ്റിംഗ്. ഇതിൽ ഏത് സ്ഥലത്ത് നമ്മൾ എത്തി? സീക്കറാണോ അതോ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളോ കർത്താവിനെ? അതോ കർത്താവിനെ പിൻപറ്റാൻ തുടങ്ങിയോ? അതോ കർത്താവിനെ ഒടുവിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ സ്നേഹത്തിൽ നമുക്ക് കർത്താവിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. ആരാണ് ക്രിസ്തു എന്ന് ചോദിക്കുന്നിടത്ത് പുസ്തകം തുറന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയും. പക്ഷെ ഇങ്ങനൊന്ന് പറഞ്ഞ് ഇതേണ്ട, കർത്താവിന്റെ സ്നേഹം എൻ്റെ അകത്തുണ്ട്, കർത്താവിന്റെ കരുണ എൻ്റെ അകത്തുണ്ട്, കർത്താവിന്റെ താഴ്മ എൻ്റെ അകത്തുണ്ട്. ചില റെഫറൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് എൻ്റെ ക്ലാസ് നിർത്തിക്കോളാം, ടൈം ആയല്ലോ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1 to 11. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1 to 11. കർത്താവിന്റെ മനസ്സുള്ളവരാകുക. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 21 to 23. 1 പത്രോസ് 2:21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 20:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ മനസ്സുള്ളവരാകുക. കേട്ടെ, ഈ വാക്കൂടെ പറഞ്ഞു നിർത്താവേ. ആരോഗ്യമുള്ളതിൻ്റെയും സൗന്ദര്യമുള്ളവന്റെയും പുറകെ പോകാൻ ആളുണ്ട്, സാധ്യതയുള്ളവന്റെ കൂടെ നിൽക്കാൻ 10 പേരുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ മനസ്സ് അങ്ങനെ ആയിരുന്നില്ല. ഉപേക്ഷിക്കപ്പെട്ടതിന്റെ പുറകെ പോകാൻ കർത്താവ് കാണിച്ച മനസ്സ് വലുതായി. കേൾക്കുന്നോ? ഗദർദേശത്തൊരു ഭൂതഗ്രസ്തൻ, അവൻ യേശുവിനെ വെൽക്കം ചെയ്യാൻ അറിയില്ല, സല്യൂട്ട് ചെയ്യാൻ അറിയില്ല, യേശുവിന് കൈ കൊടുക്കാൻ അറിയില്ല. യേശു വരുമ്പോൾ നല്ലൊരു വസ്ത്രമിട്ട് നാണം മറയ്ക്കാനും അറിയില്ല. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല അവന്. പക്ഷെ അവന്റെ അടുക്കലേക്ക് യേശു പോയി. യേശുവിനെ നാം കാണുന്നത് പ്രഭാഷകരുടെ നടുവിൽ തലയെടുപ്പുള്ള ഒരു പ്രഭാഷകൻ മാത്രമായിട്ടല്ല, തകർന്ന മനുഷ്യനെ ഇത്രയും നന്നായി ചേർത്ത് പിടിച്ച ഒരു ഗുരു ലോകത്തുണ്ടായിട്ടില്ല. കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നു, തകർന്നവരെ, തള്ളിക്കളഞ്ഞവനെ. തോറ്റവന്റെ പുറകെ പോകാൻ ആരുണ്ട് ലോകത്ത്? പക്ഷെ ഇതുണ്ട് പോകുന്ന യേശു. യോഹന്നാൻ 21, യോഹന്നാൻ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 21. തോറ്റവന്റെ പുറകെ ഒരുത്തൻ പോകുകയാണ്.
കേൾക്കൂ, വിട്ടേച്ചു പോകുന്നതിന്റെ പുറകെ പോകാൻ ആരുണ്ട്? പക്ഷെ യേശു കാണിച്ചു ഒരു മാതൃക. ലൂക്ക് ചാപ്റ്റർ 24. മടങ്ങിപ്പോയ ശിഷ്യന്മാർ, അവിടെ പുറകെ യേശു പോവുക. എന്റെ സഹോദരങ്ങളെ, സമൂഹം നമ്മെ കാണേണ്ടത് കേവലം ഒരു വിശ്വാസ സമൂഹം എന്ന പ്രഖ്യാപനത്തിലല്ല. സമൂഹം നമ്മെ കാണേണ്ടത് ക്രിസ്തുവിന്റെ ജനം എന്ന പേരിലാവണം. കേൾക്കുന്നുണ്ടോ? റോമിലെ സകല ഇടത്തേക്കും ഈ ജനം ആരാണെന്നറിയുന്ന നിലയിലെ ബോധ്യങ്ങൾ ചെന്നേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പാർക്കുന്ന ഇടത്ത് നിങ്ങൾ ആരാണെന്ന് സമൂഹം അറിയട്ടെ. അതൊരു പൊതുപ്രസംഗത്തിലൂടെയല്ല, ജീവിതത്തിൽ നിങ്ങളും ഞാനും എടുക്കുന്ന നിലപാടുകളിലൂടെ അറിയണം. കേൾക്കുന്നോ? നമുക്ക് യുദ്ധം ചെയ്യണം തിന്മയ്ക്കെതിരെ. അത് ശബ്ദത്തിൽ പോരാ, ജീവിതത്തിൽ വേണം, തെരഞ്ഞെടുപ്പുകളിൽ വേണം, വില കൊടുക്കുന്നതിൽ വേണം, ശക്തിയോടെ നിൽക്കണം. ഈ കാലഘട്ടത്തിൽ കേൾക്കൂ, 99 പേരും ഓപ്പോസിറ്റ് പോകുമ്പോഴും ഒരുവൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നേരെ നടക്കുന്നെങ്കിൽ ആ ഒരാൾ നിങ്ങളാവണം. പുറകോട്ട് പോകുന്നവരുടെ നടുവിൽ പുറകോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾ അത് നിങ്ങളാവണം. നിലപാടുകളുടെ പേരിൽ ആത്മീയത വെളിപ്പെടുത്തുന്ന ഒരാൾ അത് നിങ്ങളാവണം. കേൾക്കുന്നോ? രഹസ്യമായി പലതും ചെയ്യുമ്പോൾ അരുത്, ഇല്ല, പറ്റില്ല എന്ന് പറയാൻ കരുത്തുള്ള ഒരാളായി നിങ്ങൾ മാറണം. അതിനുവേണ്ടിയാ ഇങ്ങനൊരു സഭയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. അതിനുവേണ്ടിയാ ഇങ്ങനൊരു ബോധ്യത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. കൈകാര്യം ചെയ്യൂ ദൈവത്തിന്റെ മനുഷ്യരായി. കേൾക്കട്ടെ നിങ്ങളുടെ സഭയിൽ നിന്ന് ഉറച്ച ശബ്ദം. ലൈഫ് ലൈൻ ചർച്ച് ജീവനുള്ള ദൈവത്തിന്റെ മാർഗദർശനമായി തുടരട്ടെ. ആ പട്ടണത്തിൽ ഉറച്ചു നിൽക്കണം. കേട്ടല്ലോ? ഉറച്ചു നിൽക്കണം. എന്തിൽ കൂടെ? നമ്മുടെ പ്രതികരണത്തിലൂടെ. നമുക്ക് സമൂഹത്തോട് സംസാരിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിലൂടെ. ഞാൻ പഴയ ആളല്ല, കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ മാറ്റി, അല്ലെ? സംസാരത്തിലും ഇടപാടുകളിലും സഹനത്തിലും ബന്ധങ്ങളിലും മുഴുവൻ നമുക്കത് കാണിക്കണം. സ്തോത്രം. പുസ്തകങ്ങളില്ലാതെ, അഡ്രസ്സുകളില്ലാതെ, അഡ്രസ്സിംഗ് ഇല്ലാതെ സമൂഹം അറിയട്ടെ നാം കർത്താവിന്റെ വകയാണെന്ന്. നാം കർത്താവിന്റെ കൂടെയാണെന്ന് ഉറപ്പിക്കൂ. തിന്മയുടെ കൂടെ അല്ല എന്ന് പറയൂ. കർത്താവിന്റെ നിലപാടിന്റെ ഒപ്പമാണെന്ന് പറയൂ. ലോകത്തിന്റെ നിലപാടുകൾക്കെതിരാണെന്ന് പറയൂ. അതിനുവേണ്ടിയാ കർത്താവ് നമ്മെ വിളിച്ചത്. താങ്ക് യു സോ മച്ച്. Amen. Praise God. Hallelujah. ഇന്ന് വൈകുന്നേരവും നമുക്ക് ദൈവവചനം പഠിക്കുവാൻ സഹായിച്ചല്ലോ. നമ്മൾ കേട്ട വചനം, how can we lead a life in a pluralistic society? We learned 4 points from that. One was from let us speak to the society with a transformed life. Let us speak to the society with a transformed life. ജീവിത രൂപാന്തരത്തോടെ സമൂഹത്തോടെ ഇടപെടണം. രണ്ടാമത്, we learned defend your faith through right response. Defend your faith through right response. And the third one we learned is what is our social responsibility. So the first one, speak to the society with your transformed life. Second one was defend your faith through right response. The third one we learned was our response, our social response, fighting against evil. And to the fourth one that we learned was ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി പെരുമാറണം. Let us behave with Christ mind. Let us behave with a Christ mind. 4 പോയിന്റുകളാണ് കർത്താവിന്റെ ദാസനിലൂടെ ഇന്ന് പഠിച്ചത്. How can we lead a life in a pluralistic society? ബഹുസ്വരത ഉള്ള ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ജീവിതം, ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെ നയിക്കും? കേൾപ്പിച്ച പഠിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സ്റ്റാൻഡ് പ്രാർത്ഥിക്കുന്നതായി പ്രാർത്ഥിക്കാം. ഹാലലൂയ. സോദരം 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 ഞങ്ങളുടെ മേസ്വരസ്ന പിതാവ് അനുഗ്രഹപ്പെട്ട ഈ സമയത്ത് നായബിനെയും അങ്ങ് വാഴ്ത്തു സ്വീകരിക്കുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം കർത്താവ് എല്ലാബിനെയും കർത്താവെ ഹല്ലേലൂയ 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 ഞങ്ങളുടെ വചനം പഠനമായിട്ട് കർത്താവ് അങ്ങയുടെ വാതിലിലേക്ക് കടന്നു വരുവാനായിട്ട്
ദൈവം ഈ ഉയരാവുന്ന സമയങ്ങൾ ഞങ്ങളുടെ ഇടയാക്കി കൃപകൾക്കായി വാഴ്ത്തു സ്വീകരിക്കുന്നു. തലസ്ഥലല്ലിയ എന്ന് ഇത്ര പേർക്ക് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ദൈവം വഴികളെ ഒരുക്കിയല്ലോ. തലസ്ഥലല്ലിയ ഹല്ലേലൂയ. ഞങ്ങള് ഓരോ ആഴ്ചകളിലും കർത്താലസ്ഥലല്ലിയ ഹല്ലേലൂയ കർത്താവെ പഠിക്കുന്നത് കർത്താലസ്ഥലല്ലിയ ഹല്ലേലൂയ അത് പിന്നെയും അയവിറക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെയും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. തലസ്ഥലല്ലിയ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ സാക്ഷികൾ കർത്താവെ ഹല്ലേലൂയ റിഫ്ലക്റ്റ് ആവുവാനായിട്ട് കർത്താലസ്ഥലല്ലിയ ഹല്ലേലൂയ ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസം കർത്താലസ്ഥലല്ലിയ ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുവാനായിട്ട് കർത്താലസം സ്വർഗ്ഗത്തിലെയും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. തലസ്ഥലല്ലിയ അതാണല്ലോ ദൈവ ഇഷ്ടം. കർത്താലസ്ഥലല്ലിയ ഹല്ലേലൂയ അതിനായി ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ലേറ്റ് ആയിട്ടുള്ള ഈവനിങ്സിൽ കർത്താലസ്ഥലല്ലിയ ഹല്ലേലൂയ വചനമായിട്ട് കർത്താലസ്ഥലല്ലിയ ഞങ്ങളെ മധ്യ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ പഠിപ്പിക്കുവാനായിട്ട് കർത്താലസ്ഥലല്ലിയ കർത്താവെ ഹല്ലേലൂയ നല്ല മനസ്സിനെ ദൈവം മാനിക്കുവാണ് എന്ന് പ്രാർത്ഥിക്കുക. തലസ്ഥലല്ലിയ ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുകൃപയിൽ പിന്നെ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. അടുത്ത ക്ലാസ് സെപ്റ്റംബർ മാസം 5-ാം തീയതി. കർത്താവിന്റെ വരതാമസമാണെങ്കിൽ സെപ്റ്റംബർ മാസം 5-ാം തീയതി ആയിരിക്കും. അതുവരെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് നൈറ്റ്. താങ്ക് യു എവരിവൺ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.